GLPS Payanadam School Radio. Hello dears, I'm sure now you are very much familiar with me. I'm Krishna Kumar Mash. Hearty welcome to Day 16, Come Let's Talk. Come Let's Talkന്റെ 16-ാം ദിനത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, നിങ്ങൾ പലപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താറില്ലേ? അസംബ്ലിയിലും അല്ലാത്തപ്പോഴുമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യാറില്ലേ? എങ്ങനെയാണ് നിങ്ങളത് പറയാറുള്ളത്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കുട്ടികളും പറയുന്നത് എങ്ങനെയാണ്: ഐ ആം രാജു, മൈ ഫാദേഴ്സ് നെയിം ഈസ് ബാബു, മൈ മദേഴ്സ് നെയിം ഈസ് ഗീത. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ രീതിയിൽ നിന്നൊരു മാറ്റം വരുത്തിയാലോ? കാരണം അയാളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടാതെ പോകും. ഇപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല, ആരും തന്നെ അത് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക? എങ്ങനെ ഒരു നല്ല തുടക്കം നൽകാൻ കഴിയും? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടുകാർ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ്. നമുക്ക് പരിചിതമായ ആളുകളില്ല, എന്നാൽ കുറേ ആളുകൾക്ക് നമ്മെ അറിയുകയുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സദസ്സാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക? വളരെ സിമ്പിളായി നിങ്ങൾക്ക് പറയാം: ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാജു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ, ഐ എം ഗീത. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ, ഐ എം അബ്ദുൽ നാസർ. ഈ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ, അല്ലേ? ഇനി മറ്റെന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും? വേറൊരു രീതി നമുക്ക് ഒന്ന് പരിശ്രമിച്ചാലോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും: ഐ തിങ്ക് everyone likes to know me. I am ബാബു. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊരു തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കും. ഐ തിങ്ക് everyone likes to know me. I am ബാബു. വെറുതെ ഐ എം ബാബു എന്ന് പറഞ്ഞാൽ അതിന് ഒരു വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തുടക്കം നൽകുമ്പോൾ everyone likes to know me, ഐ എം ബാബു, അങ്ങനെ പറയുമ്പോൾ അത് കുറച്ചുകൂടി മറ്റുള്ളവർക്ക് നോട്ടീസബിളായിട്ട് തോന്നുന്നതായിരിക്കും. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് രജനി. ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് രജനി. ഈ രീതിയിൽ പറയുമ്പോൾ അത് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടെത്തിക്കും. കൂട്ടുകാരെ, ഈ തരത്തിൽ വളരെ വ്യത്യസ്തമായി നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി ഇതിന് ശേഷം പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ബിഗിൻ ചെയ്യേണ്ടത് എന്നത് മാത്രമാണ് മാഷിവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? everyone likes to know me. ഐ എം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഓർ ക്യൂട്ട് ടൈം ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം. ഇനിയും ഇതുപോലെ ഒട്ടേറെ വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. എങ്ങനെയൊക്കെ വ്യത്യസ്തമായി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ തുടക്കം കുറിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച്. ഹലോ ഫ്രണ്ട്സ്, ബോൾഡ്ലി ഗോ അഹെഡ്, പ്രാക്ടീസ് എവറി ഡേ. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് വിൽ ബിക്കം യുവർ ഗുഡ് ഫ്രണ്ട് ആൻഡ് ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 16-ാം ദിനം പൂർണ്ണമാകുന്നു.